പൊട്ടിയ ഇലക്ട്രിക് ലൈൻ ശരിയാക്കാൻ കുത്തിയൊലിക്കുന്ന വെള്ളത്തിലിറങ്ങി KCB ജീവനക്കാരന്റെ സാഹസിക പ്രവർത്തനം. പോരൂർ താളിയംകുണ്ട് കാക്കത്തോടിന് കുറുകെയുള്ള ഇലക്ട്രിക് കമ്പിയാണ് പൊട്ടിയത്. KCB വാണിയമ്പലം സെക്ഷനിലെ ലൈൻമാൻ സജീഷാണ് സാഹസിക പ്രവർത്തനം നടത്തിയത്. പോയിക്കണ്ടോ കിട്ടില്ല പോരൂലേ പൊടി 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 അവിടെ കുടുങ്ങിയേ അവിടെ കൊമ്പൊക്കെ. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ശരിയാണ്, ഈ പൊട്ടിവീണ വൈദ്യുതി ലൈനൊക്കെ അതൊക്കെ പരിഹരിക്കുക എന്നുള്ളത് ഇവരുടെ ജോലിയാണ്. എന്ന് വെച്ച് ഇത്രയും ശക്തമായിട്ട് വെള്ളം ഒഴുകുമ്പോൾ ഇങ്ങനെ ഒരു സാഹസികത വേണമായിരുന്നോ എന്ന് ചോദ്യമുണ്ട്. അങ്ങനെ നടത്തിയാലും കുഴപ്പമില്ല, പക്ഷേ മുൻകരുതലുകളൊക്കെ എടുത്തിട്ടാണോ ഇതൊക്കെ ചെയ്തത്? അതായത് ഈ വാണിയമ്പലം മേഖലയിലെ ഒരു വയോധികയാണ് ആദ്യം ഫോണിൽ വിളിച്ച് പരാതിപ്പെടുന്നത് ഇത്തരത്തിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനെ കുറിച്ച്. അങ്ങനെയാണ് ഇവിടെ എത്തുന്നത്. അപ്പോഴാണ് ഈ സജീഷ് കാണുന്നത് ഈ ലൈൻ കമ്പി പൊട്ടി വീണതിനെ തുടർന്നാണ് ഈ വൈദ്യുതി ബന്ധം താറുമാറായതായിരുന്നു ഈ പ്രദേശത്തെ. അപ്പോൾ നോക്കുമ്പോൾ ഈ വൈദ്യുതി ലൈൻ ഈ വെള്ളത്തിലേക്ക് കുത്തിയൊലിക്കുന്ന ഈ തോടിന് കുറുകെയായി വീണ് കിടക്കുകയായിരുന്നു. അപ്പോൾ വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് അത് ഈ എങ്ങനെയെങ്കിലും ഈ വയോധികയുടെ കോള്, ഈ ഫോൺ കോൾ കാരണം ഇന്ന് രാത്രി മുഴുവൻ, അതായത് ആ ദിവസം രാത്രി മുഴുവൻ വയോധിക വെളിച്ചമില്ലാതെ ഇരുട്ടത്താവും എന്നൊരു കാര്യം മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് രണ്ടും കൽപ്പിച്ച് ഇറങ്ങുകയായിരുന്നു എന്നാണ് സജീഷ് എന്തായാലും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എങ്ങനെയായാലും ഒരു സാഹസിക പ്രവർത്തനം തന്നെയാണ്. എന്തായാലും പൊട്ടി ഇലക്ട്രിക് ലൈൻ ശരിയാക്കാൻ വേണ്ടി കുത്തിയൊലിക്കുന്ന വെള്ളത്തിലിറങ്ങിയാണ് സജീഷ് എന്തായാലും ഇത്തരം ഒരു പ്രവർത്തനത്തിന് മുതിർന്നു എന്നുള്ളത് തന്നെയാണ്. അത് രണ്ട് രീതിയിലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. പൂജ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ മനോധൈര്യവും ആത്മാർത്ഥതയും ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഇത്തരത്തിലുള്ള മുൻകരുതലുകളൊക്കെ നോക്കേണ്ടേ എന്നുള്ള ചോദ്യമുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു കാഴ്ചയാണ് വാണിയമ്പലം സെക്ഷനിലെ ജീവനക്കാരായ സജീഷാണ് എന്നെന്തായാലും നമുക്ക് കാണാൻ സാധിച്ചത്. പൂജ.